മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഗോഷ്പതീകൃതവാരാശീം അശകീകൃതരാക്ഷസം രാമായണ മഹാമാല രത്നം വന്ദേ അനിലാത്മജം. ശ്രീരാമായണ മഹാമാല രത്നം വന്ദേ അനിലാത്മജം. ഹരേ രാമ. ഇന്ന് നമുക്ക് കർക്കിടകം 21 ദിവസത്തെ രാമായണ വ്യാഖ്യാനം കേൾക്കാം. നമ്മൾ സുന്ദരകാന്ഡമായിരുന്നു കഴിഞ്ഞ ദിവസം വിവരിച്ചുകൊണ്ടിരുന്നത്. അതിൽ സീതാദേവിയെ ഹനുമാൻ സ്വാമി കണ്ടെത്തുന്ന ഭാഗത്താണ് നമ്മളത് നിർത്തിയത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാം ആ മനോഹരമായ ആ ലങ്കാപുരിയിൽ കനകമണിമയമായ ലങ്കയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരു ചെറിയ വാനരനായി രൂപമെടുത്തുകൊണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ലങ്കാലക്ഷ്മിയെ അടിച്ചു. അങ്ങനെ ലങ്കാലക്ഷ്മി അവിടെ നിന്ന് വിട്ടുപോവുകയും സ്വർഗത്തിലേക്ക് തിരികെ ബ്രഹ്മലോകത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ശാപമോക്ഷം കിട്ടി. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അങ്ങനെ ലങ്കയുടെ ഐശ്വര്യമെല്ലാം കിട്ടുപോയി. അങ്ങനെ വിജയലക്ഷ്മി എന്ന അഷ്ടലക്ഷ്മിമാരിൽ ഒരാളായിരുന്നു ലങ്കാലക്ഷ്മിയായിട്ട് ശാപം കിട്ടി. ആ അസുര നഗരം കാക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ ഹനുമാന്റെ താടനം കൊണ്ട് ലങ്കാലക്ഷ്മിക്ക് മോചനം ലഭിച്ചു. അങ്ങനെ സത്യലോകമായ ബ്രഹ്മലോകത്തിലേക്ക് ലങ്കാലക്ഷ്മി പോവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഹനുമാൻ അവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ കൊട്ടാരങ്ങളിലും അത് എന്തൊക്കെയാണ് ആരുടെയൊക്കെയാണെന്നൊക്കെ അറിയാൻ സൂക്ഷ്മ ശരീരനായി അതിൻ്റെയൊക്കെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹനുമാൻ സ്വാമി ധാരാളം കാഴ്ചകൾ കാണുകയാണ്. ലങ്കയിലെ വളരെ അത്ഭുതകരമായ അവിസ്മരണീയമായ കാഴ്ചകൾ. അതിൽ മനോഹരമായിട്ടുള്ള ആ ലങ്കാ നഗരിയെക്കുറിച്ച് ഒക്കെ കഴിഞ്ഞ തവണ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഹനുമാൻ സ്വാമി ഇങ്ങനെ ഓരോ കെട്ടിടങ്ങളുടെ ഒരു മണിമയമായിട്ടുള്ള സൗധങ്ങളുടെയും മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ രാവണന്റെ ആ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ രാവണന്റെ കൊട്ടാരം അതിവിശാലമാണ്. വളരെ വലിയ വിശാലമായ കൊട്ടാരം. അതിൽ ധാരാളം മായാവികളായിട്ടുള്ള വളരെ ശക്തന്മാരായിട്ടുള്ള 100 കണക്കിന് അസുരന്മാരിങ്ങനെ കാവൽ നിൽക്കുകയാണ് അതിന് ചുറ്റും. അവിടേക്ക് എങ്ങും ആർക്കും കടക്കാൻ പറ്റില്ല. അതിലേക്ക് നോക്കുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുമ്പോൾ അവിടെ ധാരാളം സുന്ദരികളായ സ്ത്രീകൾ ഇങ്ങനെ അവരിങ്ങനെ നൃത്തവും വാദ്യവും ഒക്കെ ഇങ്ങനെ രാവണനോടൊപ്പം ആനന്ദ നൃത്തത്തിൽ ഏർപ്പെട്ട് മദ്യമൊക്കെ കഴിച്ച് മദോന്മത്തരായി അങ്ങനെ ക്ഷീണിതരായി ഇങ്ങനെ ആലസ്യത്തോടെ കിടക്കുകയാണ്. അത് 100 കണക്കിന് സുന്ദരികളായിട്ടുള്ള സ്ത്രീരത്നങ്ങൾ. അതിനോടൊപ്പം ഉന്നതമായ മറ്റൊരു ശയ്യമേൽ നമ്മുടെ രാവണന്റെ സപത്നിയായിട്ടുള്ള പ്രധാന പത്നിയായിട്ടുള്ള മണ്ഡോദരി ദേവിയും അവിടെ ശയിക്കുന്നു. അതിനടുത്തായി രാവണനും ഈ കേളി ലീലകളൊക്കെ ആടി ഇങ്ങനെ മയങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയും ധാരാളം സ്ത്രീകളൊക്കെ അതേ ശയ്യയിൽ ശയിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവിടെ ഒരു ആനന്ദമയമായ ഭൗതികത്തിൻ്റെ അങ്ങേയറ്റത്തിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതെല്ലാം കാണുന്നത്. അങ്ങനെ പൊട്ടിച്ചിരികളും മറ്റ് മണിമന്ദിരങ്ങളിൽ നിന്ന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒന്നിച്ചുള്ള രംഗങ്ങളുടെയൊക്കെ സന്തോഷങ്ങളും പൊട്ടിച്ചിരികളും അങ്ങനെ സ്ത്രീ പുരുഷന്മാരുടെ അത് രാക്ഷസ വംശങ്ങളാണ്. അപ്പോൾ അവർ മനുഷ്യരെ പോലെ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഉപരിയാണ് അവരുടെ എല്ലാ ചേഷ്ടകളും. അതിൻ്റേതായിട്ടുള്ള ശബ്ദങ്ങളും താളമേളങ്ങളും ഒക്കെ കണ്ട് അങ്ങനെയാണ് അവസാനം സീതാദേവി അവിടെ ഇത്ര ആനന്ദത്തോടെ ഭൗതിക അതായത് ഇന്ദ്രിയ സുഖങ്ങളുടെ ഒരു പരമോന്നതമായ കേളീരംഗമാണ് ആ ലങ്കാ നഗരി. കാരണം അവിടെ ഇന്ദ്രിയ സുഖത്തിൻ്റെ മതോന്മത്തനായ സാക്ഷാൽ ശ്രീ രാവണനാണ് അവിടെ ഭരിക്കുന്നത്. നമ്മൾ ഈ ഭാഗം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റ് ചില സംഗതികളുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മളിതിനെ സുന്ദരകാന്ഡമെന്ന് വിളിക്കുന്നത് തന്നെ വളരെ രാമായണത്തിൽ വളരെ കൂടുതൽ സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുന്ന ഒരു ഭാഗമാണിത്. കാരണം സീതാദേവിയെ കണ്ടെത്തുന്നു.
എത്രയോ നാളത്തെ, ഒരു വർഷത്തോളമാകുന്നു, 10 മാസത്തോളമാകുന്ന ഉദ്യമത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. പരമഭക്തനായ ഹനുമാൻ സ്വാമിയുടെ ദിവ്യമായിട്ടുള്ള ആ ഒരു പ്രവേശനം, അദ്ദേഹത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ശക്തിവിശേഷങ്ങൾ നമുക്ക് കാണാം. ദേവിയുടെ പാതിവൃത്യം അതാണ് അപാരം. ഒപ്പം രാവണന്റെ ആ ദേവിയോടുള്ള പ്രേമം, സീതാദേവിയോടുള്ള പ്രേമം, ഇതൊക്കെ നമ്മൾ ഇവിടെ വെച്ച് പഠിക്കേണ്ട കാര്യമാണ്. ഈ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു രാക്ഷസ രാജാവ്, അതായത് വൈശ്രവണൻ, അത് വിശ്രവസിന്റെ മകനായ വൈശ്രവണൻ ആണ് കുബേരനായിട്ട് ദേവന്മാരുടെയും പ്രപഞ്ചത്തിലെ മുഴുവൻ സ്വത്തുകളുടെ ദേവനായിട്ടും മാറിയത്. അത് രാവണന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു വൈശ്രവണൻ. വിശ്രവസ് മഹർഷിയുടെ മകനാണ് അദ്ദേഹം. ഈ വിശ്രവസ് മഹർഷി പുലസ്ത്യൻ എന്ന് പറയുന്ന സപ്തഋഷികളിൽ ഒരാളുടെ മകനാണ്. ഈ സപ്തഋഷികളെ സൃഷ്ടിച്ചത് ബ്രഹ്മദേവൻ തന്റെ മാനസ പുത്രന്മാരായിട്ടാണ്. അപ്പോൾ രാവണന്റെ കുലം എന്ന് വെച്ചാൽ വളരെ ശ്രേഷ്ഠമായ കുലമാണ്. ആ ശ്രേഷ്ഠ കുലത്തിൽ വന്ന് ജനിച്ച് എല്ലാ ശിവഭഗവാനെയൊക്കെ തപസ്സനുഷ്ഠിച്ച്, ബ്രഹ്മാവിനെ തപസ്സനുഷ്ഠിച്ച് എത്രയെത്രയോ വരങ്ങൾ നേടി, എന്തുമാത്രം ജ്ഞാനം സമ്പാദിച്ചു. ഈ ലോകത്തിലേക്കും ഇനിയും ഈ 14 ഉലകങ്ങളിലും അദ്ദേഹത്തിനെ വെല്ലുവാൻ ആരുമില്ല. അത്രയ്ക്ക് ശക്തനും സൗന്ദര്യവാനും, നമ്മൾ ഒരു മുഖത്തിന്റെ സൗന്ദര്യം കണ്ടിട്ട് മതിയാകാത്ത ആ പുരുഷ സൗന്ദര്യം 10 മുഖങ്ങളിലും അതേ സൗന്ദര്യവും തേജസ്സും ആഠ്യത്വവും വീര്യവും നിറഞ്ഞു നിൽക്കുന്ന രാവണൻ. ആ രാവണനെ എന്തുകൊണ്ട് പിന്നെ അഹമ്മതി കാണിച്ചുകൂടാ? എന്തുകൊണ്ട് ഇഷ്ടമുള്ള സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്നുകൂടാ? ആ രാവണന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ രാവണന്റെ അപാരമായ ശക്തിവിശേഷത്തിന്റെ മുമ്പിൽ ഒരു സ്ത്രീയല്ല, 1000 സ്ത്രീകൾ അദ്ദേഹത്തിന്റെ കൂടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് രമിച്ചാലും അദ്ദേഹത്തിന് അതൊന്നും തൃപ്തിപ്പെടാൻ പറ്റില്ല. അത്രയ്ക്കും പൗരുഷ ശ്രേഷ്ഠനാണ് അദ്ദേഹം. ആ രാവണൻ ആ ലങ്കാപുരി തന്നെ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു സന്ദേശം അയച്ചപ്പോൾ തന്നെ വൈശ്രവണൻ അവിടം വിട്ടുപോയി. കാരണം ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയാണ് രാവണന് ആ ലങ്കാപുരി കിട്ടുന്നത് തന്നെ. ഒരു യുദ്ധം പോലും ചെയ്യാതെ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ അതിനുശേഷമാണ് അളകാപുരിയിലേക്ക്, കൈലാസ പർവ്വതത്തിന് സമീപമുള്ള അളകാപുരിയിലാണ് കുബേരൻ പിന്നെ തന്റെ നഗരമൊക്കെ ഉണ്ടാക്കി അവിടെ താമസം ആരംഭിച്ചത്. അപ്പോൾ അത്രയ്ക്കും ആർക്കും ജയിക്കാൻ പറ്റില്ല രാവണനെ. അപ്പോൾ രാവണൻ എന്ന് പറയുന്ന രാക്ഷസ വംശത്തിന്റെ അധിപനാണ്. അപ്പോൾ രാക്ഷസന്മാരുടെ സ്ഥലമാണ് ലങ്കാപുരി. അപ്പോൾ ആ ഒരു നഗരം. അപ്പോൾ ഭൂമിയിൽ മനുഷ്യരാണ് ജീവിക്കുന്നത്. നമ്മൾ മനുഷ്യലോകം, രാക്ഷസ ലോകം, ദേവലോകം, മഹർഷിമാരുടെ ലോകം, തപസ്വികളുടെ ലോകം, അങ്ങനെ പല ലോകങ്ങളുണ്ട്. ഈ രാക്ഷസ ലോകത്തു നിന്ന് അവിടെയുള്ള ജീവിതം മതിയാക്കി അവിടെയും പോരാഞ്ഞിട്ട് ഈ സാധുക്കളായിട്ടുള്ള തപസ്വിമാര് തപസ്സനുഷ്ഠിക്കുന്ന ലോകങ്ങളിലേക്കും സാധാരണ മനുഷ്യരെ പോലുള്ള സാധുക്കൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ ഈ രാക്ഷസ പരിഷകൾ കയ്യേറാൻ തുടങ്ങിയപ്പോഴാണ് ഭൂമിക്ക് ഭാരം സഹിക്കാൻ വയ്യാതെ ഇതുങ്ങളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അവതാരം ചെയ്തത്. അപ്പോൾ ഭരിക്കുന്നത് ആരാണ്? ലോകത്തിലേക്കും സർവശക്തനായ അധമ പ്രവർത്തനങ്ങളുടെ എല്ലാം മൂലകേന്ദ്രമായ രാവണൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിങ്കിടികളായിട്ടുള്ള രാക്ഷസ വംശങ്ങൾക്ക് എവിടെ വേണേലും എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. കാരണം ലോകത്തിലേക്കും കൊള്ളരുതാത്ത നെഗറ്റീവുകളെല്ലാം ചെയ്യുന്ന ആളാണ് ഞങ്ങളെ ഭരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആ അനുയായികളായിട്ട് നടക്കുന്നവർക്കും അദ്ദേഹത്തിന് അനുയായികളായിട്ട് നടക്കുന്നവർക്കും എന്ത് അതിക്രമവും എന്തും ചെയ്യാം. അവിടെ അധർമ്മം കൊടികുത്തി വാഴാം. കാരണം ഭരിക്കുന്ന ആളിൻ്റെ ആ ധർമ്മം അനുസരിച്ചിരിക്കും അവരോട് അനുബന്ധിച്ചുള്ള ആ രാജ്യത്തിൻ്റെയും നാടിൻ്റെയൊക്കെ വളർച്ചയും തളർച്ചയും. അപ്പോൾ ഈ കലിയുഗത്തിൽ ഇതെല്ലാം നമുക്ക് ബാധകമല്ലേ? അതുകൊണ്ടാണ് രാമായണത്തിന് എല്ലാ കാലവും കാലിക പ്രസക്തിയുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു സംഭവം എടുത്തു വെച്ച് നമ്മൾ ചർച്ച ചെയ്യുവോ, അതിലെ കഥാപാത്രങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും വിമർശിക്കുകയോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയോ വല്ലതും ചെയ്യുമോ? ഇല്ല. അതിന് കാലാതീതമായ ഒരു പ്രാധാന്യമുള്ള കൃതിയാണ് രാമായണം. എല്ലാ യുഗങ്ങളിലും എല്ലാ കാലങ്ങളിലും ഇതിലെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതും നമ്മളെ നേർവഴി നയിക്കാവുന്നതുമുള്ള ധാരാളം തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്.
അപ്പോൾ രാവണന്റെ ശ്രേഷ്ഠതയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനിയും അപ്പോൾ അത്രയും എവിടെ വെച്ച് സ്ത്രീകളെ കണ്ടാലും, സുന്ദരികളെ, തൻ്റെ മനസ്സിനിണങ്ങുന്ന സ്ത്രീകളെ കണ്ടാലും രാവണൻ എന്ത് ചെയ്യും? അവരെ സ്വന്തമായിട്ട് അനുഭവിക്കാൻ രാവണൻ അങ്ങ് ഏറ്റവും ശ്രേഷ്ഠയായ വനിതയാണ് മണ്ഡോദരി. മണ്ഡോദരിയുടെ ജന്മം ഞാൻ പറഞ്ഞു, പാർവതി ദേവിയുടെ തോഴിയായിരുന്നു മണ്ഡോദരി. അവിടെ നിന്ന് പാർവതി ദേവി മണ്ഡൂകമാകട്ടെ എന്ന് ശപിച്ചിട്ട് പിന്നെ അടുത്ത ശാപമോക്ഷം കിട്ടുന്നതാണ്. വീരശൂര പരാക്രമിയായി ലോകം മുഴുവൻ അറിയുന്ന ഉഗ്ര ശക്തിയുള്ള, താപസ ശക്തിയുള്ള, ഭരണശക്തിയുള്ള, ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ഒരു നായകന്റെ ഭാര്യയായിട്ട് നീ മാറി, നീ മാനിക്കുന്ന വ്യക്തിയായി മാറുമെന്ന് പാർവതി ദേവി, ദേവിയെപ്പോലെ ശ്രേഷ്ഠമായ അനുഗ്രഹം കൊടുത്തവളാണ് മണ്ഡോദരി ദേവി. അപ്പോൾ അത്രയും സൗന്ദര്യവും കുലീനത്വവും ആഢ്യത്വവും എല്ലാം ഉള്ള സ്വഭാവശീലങ്ങൾ മുഴുവനുള്ള, നമുക്ക് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ, ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുകളും ആശയത്തിന് വ്യത്യാസങ്ങളൊക്കെ വരുന്നത് അവർ തമ്മിൽ അങ്ങോട്ട് ആ ആശയപരമായ പൊരുത്തമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാ ക്വാളിറ്റീസും എല്ലാ പുരുഷനും എല്ലാ സ്ത്രീക്കും ഒരു കുടുംബത്തിൽ ജീവിക്കേണ്ട ക്വാളിറ്റീസ് എല്ലാം ഉണ്ടാവുകയില്ല. അപ്പോഴാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരവും വിഷയങ്ങളൊക്കെ വരുന്നത്. എന്നാൽ മണ്ഡോദരി ദേവിക്കാകട്ടെ രാവണന് എത്രയെത്ര നല്ല സ്വഭാവങ്ങളുണ്ടെങ്കിലും മോശ സ്വഭാവം ഉണ്ടെങ്കിലും അതിനെ എല്ലാം ഒരു യഥാർത്ഥത്തിൽ ഒരു സപത്നി, അതായത് പാതിവൃത്യമുള്ള ഒരു പതിവ്രത ഭാര്യ ആയ രീതിയിൽ ആ രാവണനെ ഉൾക്കൊള്ളാൻ കഴിയും മണ്ഡോദരിക്ക്. അപ്പോൾ ആ മണ്ഡോദരിയുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവണനെ അവരുടെ മുന്നിൽ തന്നെ, അവരുടെ ആ ശയ്യാഗൃഹത്തിൽ തന്നെയാണ് നൂറുകണക്കിന് സുന്ദരികളായിട്ടുള്ള രാജകുമാരിമാരെയും താപസകന്യകകളെയും മറ്റ് രാജ്യത്തെ പോകുന്ന സ്ഥലത്തുള്ള തോൽപ്പിക്കുന്ന രാജ്യത്തേവരും ദേവകന്യകമാരും എല്ലാവരെയും കൊണ്ടുവന്ന് അവരുമായിട്ട് രതിക്രീഡകളിലൊക്കെ ഏർപ്പെടുമ്പോഴും ഈ മണ്ഡോദരിയുടെ കൺമുന്നിലാണ് ഇതെല്ലാം നടക്കുന്നതെങ്കിലും മണ്ഡോദരി അത് എൻ്റെ ഭർത്താവിൻ്റെ ആ മഹത്വം കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന വിശാലമായ മനസ്കതയുള്ളവളാണ്. പക്ഷേ തൻ്റെ ഭർത്താവിനെ ആദിയിലേറ്റ് സ്നേഹിക്കുകയാണ്. രാമരാവണ യുദ്ധത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാവും. അതിലേറ്റ് സ്നേഹിക്കുകയും ആ പാതിവൃത്യ ശീലത്തിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠ നാരീരത്നമാണ് രാമായണത്തിലെ മണ്ഡോദരി. അപ്പോൾ ആ മണ്ഡോദരിയുടെ കാര്യം അത് അങ്ങനെ. അതുപോലെ ഈ രാവണനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇത്രയും സ്ത്രീകളെ എവിടെ കണ്ടാലും എന്ത് കണ്ടാലും അദ്ദേഹത്തിന് ആ സ്ത്രീകൾ ഒരു ദൗർബല്യമാണ്. ഇപ്പൊ ചൂതാട്ടക്കാർക്ക് ചൂതുകളി ഒരു ദൗർബല്യം, മദ്യപാനികൾക്ക് ഒരു ദിവസം പോലും മദ്യം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു വൈമുഖ്യം, അതല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മദ്യത്തിൻ്റെ ബ്രാൻഡുകളൊക്കെ കഴിക്കാനുള്ള താല്പര്യം, ഇന്ന് കഴിക്കുന്നതല്ല, അല്ലെ കുറച്ച് ദിവസം കഴിച്ചതിൽ നിന്ന് മാറി ഒന്ന് കഴിക്കാം എന്നൊക്കെ തോന്നുന്ന ഒരു വല്ലാത്ത ദൗർബല്യമില്ലേ? അതുപോലെ സ്ത്രീകളിലുള്ള ദൗർബല്യമാണ് ഈ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രമല്ല, അത് ജീവിച്ചിരുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ ദൗർബല്യം. അപ്പോൾ ഒരു സ്ത്രീയെ ഇന്ന് കിട്ടി, അവർ കീഴടങ്ങി, അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു, അവരോടൊപ്പം കുറേ ദിവസം ശയിച്ചു. അപ്പോൾ അതിന് താല്പര്യം പോയി. ഇനിയും അതിനേക്കാളും കുറച്ചുകൂടെ തന്നോട് എതിർത്ത് നിൽക്കുന്ന സ്ത്രീകളെ വശത്താക്കി അവരെ കീഴ്പ്പെടുത്തി അവരുടെ കൂടെ ജീവിക്കുക, അത് അടുത്തൊരു ടെൻഡൻസി. അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കളർഫുൾ ആകണമെങ്കിൽ, വർണ്ണാഭമാകണമെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഓരോ ദിവസവും തനിക്ക് പ്രണയം തോന്നുന്ന, പ്രണയമല്ല അത് ഒരു കാമമാണ്, തോന്നുന്ന ഓരോ സ്ത്രീകളെയും സ്വന്തമാക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾക്ക് വളരെ സന്തോഷവും ഊർജ്ജസ്വലതയൊക്കെ തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ മദ്യാസക്തി പോലെ തന്നെ ഒരു ആസക്തിയാണത്. അതിന് പോരുന്നവനുമായിരുന്നു രാവണൻ, അത്രയും പോരുന്നവനാണ് രാവണൻ. അപ്പോൾ അതുകൊണ്ടാണ് ആ രാവണന്റെ ആ പ്രൗഢി. ഒരു 10 പുരുഷന്മാരും ഏറ്റവും ശക്തരായിട്ടുള്ള 10 പുരുഷന്മാർ, വരബലം നേടിയ, താപസശക്തി കൊണ്ട് അനുഗ്രഹീതരായ, ശ്രേഷ്ഠ കുലജാതരായ രാജപ്രൗഢി, രാജാവാണ്, രാക്ഷസരുടെ രാജാവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ദശരഥൻ 3 പത്നിമാരുണ്ട്. അത് ഒരു രാജർഷിയായ ഒരു മഹർഷിയുടെ ജീവിതം പോലെയുള്ള ആത്മീയ കാര്യങ്ങളിൽ അതീവ താല്പര്യമുള്ള ആളായിരുന്നു, രാജർഷിയായിരുന്നു. അദ്ദേഹം മനുഷ്യ രാജാവാണ്. അദ്ദേഹം 3 പത്നിമാരും പിന്നെ കൊട്ടാരത്തിൽ മറ്റു സ്ത്രീകളും ഒക്കെ കാണും പത്നിമാരായിട്ട്. അപ്പോൾ ഒരു രാക്ഷസ വംശത്തിൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് തന്നെ രാക്ഷസീയമായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം ഭാര്യമാരെ ആയാൽ, അല്ലെങ്കിൽ എത്ര ഭാര്യയല്ല എത്ര സ്ത്രീകളെ
അദ്ദേഹത്തിന് നിത്യേന ലഭിച്ചാലാണ് അദ്ദേഹത്തിന് ഒരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവണന്റെ ഭാഗത്തു നിന്ന് രാവണനെ ന്യായീകരിക്കുകയല്ല, നമ്മൾ ഓരോ കഥാപാത്രത്തെയും നമ്മൾ പഠിക്കുവാണ് രാമായണത്തിലൂടെ. നമ്മൾ രാമായണം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അവിടെ അതിലെ കുറച്ച് കഥകൾ പഠിച്ച് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ഓരോ സൂക്ഷ്മ തലങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഇത് കഴിഞ്ഞ തവണ വായിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഈ തവണ കിട്ടിയല്ലോ. അങ്ങനെ ഓരോ തവണയും വായിക്കുമ്പോൾ രാമായണം വ്യത്യസ്തമായ അറിവുകളാണ് നമുക്ക് തരുന്നത്. എല്ലാ വർഷവും ഒരേപോലെ വായിച്ച് അതിലെ കഥയൊക്കെ സ്വന്തമാക്കി അതെനിക്കറിയാം, വേറൊരു കേൾക്കണം കേൾക്കുമ്പോൾ അതും അറിയാം, ഇത് കേൾക്കുമ്പോൾ അതും അറിയാം. പക്ഷെ ആ അറിഞ്ഞതിനേക്കാൾ അപ്പുറമാണ് അറിയാൻ കിടക്കുന്ന രാമായണം. അതിൻ്റെ ഓരോ സൂക്ഷ്മ തലങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയ സൂക്ഷ്മ തലങ്ങളാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുമായി ഓരോ പ്രിയമുള്ളവരുമായിട്ടും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ രാവണനെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു. അതിനുശേഷം അപ്പോൾ രാവണൻ ഇങ്ങനെ ഓരോ ഇഷ്ടം തോന്നുന്ന സ്ത്രീകളോടെല്ലാം ഒരു കാമത്തോടുകൂടി അവരെ കടന്നു പിടിച്ച് തൻ്റെ ആഗ്രഹം സാധിച്ചിട്ട് അവരെ ശപിച്ചില്ലെങ്കിലും അവിടെയൊക്കെ തള്ളിയിട്ട് പോവുക, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടമുള്ളവരെ പിടിച്ച് കൊണ്ടുപോവുക, പിന്നെയും കൂടുതൽ ഇഷ്ടം തോന്നുന്നവർ, ഒട്ടും എതിർക്കാത്തവരെയൊക്കെ. രാവണന് ഭാര്യയായിട്ടിരിക്കുക എന്ന് പറയുന്നത് എന്തൊരു വലിയ പദവിയായിരുന്നു. അത്രയ്ക്കും ശ്രേഷ്ഠനാണ്. ആരായാലും ഒരു സ്ത്രീ വിചാരിക്കുന്ന തൻ്റെ പുരുഷൻ തന്നെ സംരക്ഷിക്കാൻ കഴിവുള്ളവൻ, സൗന്ദര്യമുള്ളവൻ, നല്ല ആരോഗ്യമുള്ളവൻ, ആരെയും ശാസിച്ചു നിർത്താൻ പവർ ഉള്ളവൻ, എന്തും അനുസരിപ്പിക്കാൻ തൻ്റെ ഇങ്ങനെയൊക്കെയല്ലേ നമ്മളൊരു ഗുണം. എത്ര ജ്ഞാനമുള്ളവൻ, സംഗീതം അറിയുന്നവൻ, ഇതൊക്കെ എത്ര ഗുണങ്ങളാണ്. സംഗീതത്തിൻ്റെ ഉസ്താദാണ് രാവണൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണമുള്ള ആളാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഗുണമായിരിക്കും നമുക്ക് സാധാരണ നമ്മുടെ ഗൃഹസ്ഥാശ്രമികളുടെ ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും ഉള്ളത്. പക്ഷെ ഇത്രയും ശ്രേഷ്ഠ ഗുണങ്ങളുള്ള ഒരു ഭർത്താവിനെ എനിക്ക് സ്വന്തമായി കിട്ടിയെന്ന് കേൾക്കുമ്പോൾ, അതും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ, എനിക്ക് രാവണനെ വേണം എന്നും പറഞ്ഞല്ല സ്ത്രീകൾ ചെല്ലുമല്ലോ. രാവണന് ആഗ്രഹം തോന്നിയിട്ട് കൊണ്ടുപോയി ഭാര്യമാരാക്കുന്ന പെൺകുട്ടികൾ ചിലരത് വളരെ അംഗീകാരമായിട്ട് കരുതി. എനിക്ക് രാവണനാണല്ലോ എല്ലാ സൗഭാഗ്യങ്ങളും സുഖങ്ങളും സന്തോഷവും രാജകീയമായിട്ടുള്ള എല്ലാ പ്രൗഢിയുമുള്ള ഞാൻ, അങ്ങനെയുള്ള ആളിൻ്റെ കൂടി എനിക്ക് അത്രയും സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ കഴിയുമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളുമുണ്ട്. അതല്ല, ഈ രാവണന്റെ എന്നെ സ്പർശിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഇയാളെ എനിക്ക് വേണ്ട, ഇയാളൊരു അധമനാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. പക്ഷെ അവരെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വശംവദരാക്കിയിട്ടിട്ട് പോവുകയാണ് രാവണൻ ചെയ്യുന്നത്. കൂടുതൽ ഇഷ്ടം തോന്നുകയും ഒക്കെ ചെയ്യുന്നവരെ കൊണ്ടുപോയി സ്ഥിരമായിട്ട് കൊട്ടാരത്തിൽ പാർപ്പിക്കും. കൊട്ടാരത്തിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കുന്ന അദ്ദേഹത്തിന് നിത്യേനയുള്ള കുറച്ച് ഇങ്ങനെയുള്ള സന്തോഷങ്ങളിലൊക്കെ ആറാടി നൃത്തഗാന ആലാപനങ്ങളിലൂടെ ആനന്ദത്തോടെ മദ്യമൊക്കെ കഴിച്ച് ഇങ്ങനെ ദിവസങ്ങളെ സന്തോഷപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അല്ലാതെ ആദ്യം കൊണ്ടുപോയ അതുപോലെ ഒരേ ദിവസവും കൊണ്ടുപോയവരെ വീണ്ടും അദ്ദേഹം അതിനുവേണ്ടിയൊന്നും അദ്ദേഹത്തിന് ഇഷ്ടത്തിനൊന്നും വശംവദയാക്കുകയില്ല. അദ്ദേഹത്തിന് പുതിയ ഓരോ സുന്ദരമായിട്ടുള്ള മുട്ടുകളെയും പൂവുകളെയൊക്കെ അദ്ദേഹത്തിന് വേണം. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ വേദവതി, അതാണ് സീതയുടെ അമ്മ, മാതാവായിട്ടും പറയുന്നുണ്ട്. സീതാദേവി തന്നെ വേദവതിയുടെ അടുത്ത ജന്മമായിട്ടും പറയുന്നുണ്ട്. വേദവതിയാണ് ശപിക്കുന്നത്, ഇനി നീ അത് മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഒരു താപസ കന്യകയെ ചെന്ന് ബലാത്കാരമായി ഉപദ്രവിച്ചപ്പോൾ അവർ ശപിക്കുന്നതാണ്, ഇനി ഏതൊരു പെൺകുട്ടിയും അവളുടെ ഇഷ്ടമില്ലാതെ നീ അവരെ സ്പർശിച്ചാൽ നിനക്ക് കിട്ടിയ എല്ലാ സിദ്ധിവിശേഷങ്ങളും നഷ്ടമാകട്ടെ. പിന്നെ അവൻ വെറും ഒരു ശക്തൻ എന്നല്ലേ പറയാൻ കഴിയൂ. ഒരു ശക്തിയുള്ള ഒരു രാക്ഷസൻ, സിദ്ധിയുള്ള രാക്ഷസനാകില്ല, സിദ്ധിയുള്ള ഒരു രാജാവാകില്ല. സിദ്ധിവിശേഷം കൊണ്ടാണ് ഇത്രയും കേമനായത്. അപ്പോൾ അങ്ങനെയൊന്നും ആവില്ല. തന്നെയുമല്ല, നിന്റെ തല പൊട്ടിച്ചേറി നീ അപ്പോൾ ഭസ്മമായി പോകും, ആരുടെയെങ്കിലും അനുവാദമില്ലാതെ ഇനി സ്ത്രീകളെ കയറി പിടിച്ചുപദ്രവിച്ചാലെന്ന്. ആ ഒരു ശാപം കിട്ടിയത് കൊണ്ടാണ് സീതാദേവിയെ അദ്ദേഹം തട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കൊട്ടാരത്തിൻ്റെ സമീപത്ത് ആ ഉദ്യാനത്തിൽ നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മനോഹരമായിട്ടുള്ള ശിംശുവാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, ആ അശോകവനിയിലെ ശിംശുവാ വൃക്ഷ ചുവട്ടിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കിട്ടാത്തത് കാരണം രാവണന്റെ മനസ്സിൽ എന്താണ്? സീതാദേവിയുടെ അഗാധമായ പ്രേമമാണ്. ഈ ഹനുമാൻ സ്വാമി നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇദ്ദേഹം രമിക്കുന്നു, അതിൽ ആനന്ദം കണ്ടെത്തുന്നു. പക്ഷെ രാവണൻ അങ്ങനെ ഇവിടെ ആ കട്ടിലിൽ ഇങ്ങനെ മഞ്ചത്തിൽ ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് കിടക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന് മനസ്സിൽ ഒരു സന്തോഷവും കിട്ടുന്നില്ല. ഇത്രയും സ്ത്രീകളും മണ്ടോദരിയും ഒക്കെ ആയിട്ടുള്ള സല്ലാപ ലീലകളിലൊക്കെ ഏർപ്പെട്ടിട്ടും
ആ കിട്ടാത്തതിനെ ചൊല്ലിയാണ് രാവണന് അതും ഞാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീ രത്നം എൻ്റെ ഉദ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പം ഞാനിത് എങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങും? അവളെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം സന്തോഷം കിട്ടും. അവളാണ് എൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. എന്ന് ഓർത്തിട്ട് രാവണൻ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. നിദ്രാവിഹീനമായ രാവുകളാണ് മിക്ക ദിവസവും രാവണൻ്റേത്. കാരണം ഈ രാസലീല, ഈ സ്ത്രീകളുമായിട്ടുള്ള ലീലകളിൽ ഏർപ്പെട്ടതിന് ശേഷം അദ്ദേഹം തളർന്ന് അല്പസമയം മയങ്ങിയാലും യഥാർത്ഥത്തിൽ ദേവിയാണ് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആ പ്രേമോദാരമായിട്ടുള്ള രൂപം. അതുകൊണ്ടാണ് രാവണൻ ദേവിയെ ഉപദ്രവിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം. അദ്ദേഹത്തിന് ആ ദേവിയോടുള്ള പ്രണയമാണ്. എല്ലാ സ്ത്രീകളോടും അദ്ദേഹം കാമാതുരനായി പ്രവർത്തിച്ചെങ്കിൽ ദേവിയോട് പ്രണയത്തോടുകൂടി ദേവിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി, പ്രണയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ദേവിയുടെ കാര്യം, ഇനി സീതാദേവിയിലേക്ക് നമുക്കൊന്ന് വരാം. ഈ രാവണന്റെ പ്രൗഢി വെച്ച് നോക്കുമ്പോൾ ഈ രാവണൻ വന്ന് ദേവിയോട് പറയുന്നതുണ്ട്. നമ്മളത് അതിനെക്കുറിച്ച് പറയാം. രാവണന്റെ പുറപ്പാടാണ് ഇനിയും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്നേരം വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഈ 10 തലയിലുമുള്ള കിരീടത്തിലെ ഒരു കിരീടത്തിന്റെ വിലയുണ്ടോ നിന്റെ രാമന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീരാമചന്ദ്രൻ അയോധ്യ, കോസല രാജ്യം എന്ന് പറയുന്ന രാജ്യത്തിലെ അയോധ്യ നഗരി വാഴുന്ന, അതിൻ്റെ തലസ്ഥാനമായ കോസലയുടെ തലസ്ഥാനമാണ് അയോധ്യ. അവിടുത്തെ ഒരു ഭൂമിയിലെ ഒരു വെറും രാജാവാണ്. അത് ശ്രീരാമചന്ദ്രൻ ഈ രാക്ഷസ വംശത്തിനെ നിഗ്രഹിക്കുവാൻ വേണ്ടി ശ്രീമൻ നാരായണൻ രാമനായിട്ട് അവതാരം ചെയ്തതാണെന്ന് ഇദ്ദേഹത്തിന് അറിയുന്നില്ല. അറിയാം. അപ്പോൾ ഒരു സാധാരണ രാജ്യത്തെ ഒരു രാജാവ്, ആ രാജാവിൻ്റെ ഭാര്യയായ സീതാദേവി. അപ്പോൾ ഒരു സാധാരണ ഭൂമിയിലെ ഒരു മനുഷ്യനായിട്ടുള്ള ഒരു രാജാവിന് എന്ത് വിലയുണ്ട്? രാവണന്റെ ആ ശക്തിയും പ്രൗഢതയും അനുഗ്രഹങ്ങളും ആ സർവ്വവിധമായിട്ടുള്ള ആശിസ്സുകളെല്ലാം നേടിയ ആളാണ് രാവണൻ. അദ്ദേഹത്തിനെ വെച്ച് നോക്കുമ്പോൾ, അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ബ്രഹ്മദേവനിൽ നിന്ന് വരം വാങ്ങിയത് തന്നെ, എന്നെ മനുഷ്യരെ വധിക്കാവുള്ളൂ എന്ന്. മനുഷ്യരൊന്നും അദ്ദേഹത്തിന് ഒരു ശരീരത്തിലൊരു രോമത്തിൻ്റെ വിലയില്ല. അത്രയും പോലും മനുഷ്യ കീടങ്ങളെ അദ്ദേഹം കാണുന്നില്ല. അപ്പോൾ ആ ഒരു മനുഷ്യനായിരിക്കുന്ന ഒരു രാജാവിന് എൻ്റെ കിരീടത്തിൻ്റെ ഒരു രത്നത്തിലെ പോലും വിലയില്ല സീതയെ എന്ന് പറയുമ്പോൾ അത് സത്യമാണ്, സത്യം പറഞ്ഞാൽ. പക്ഷെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും സാക്ഷാൽ നാരായണനും ആ നാരായണന്റെ മൂലപ്രകൃതിയായ മായാശക്തിയുമാണെന്നുള്ള ആ തത്വത്തിൽ ചിന്തിക്കുമ്പോൾ ശ്രീരാമന്റെ, അതായത് സാക്ഷാൽ ശ്രീ നാരായണന്റെ ഒരു സൃഷ്ടി മാത്രമാണ് എത്ര ശക്തനാണെങ്കിലും രാവണൻ. ആ ഭാഗം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഈ സീതാദേവിയെക്കുറിച്ച് ഇനി നമുക്ക് അല്പം സംസാരിക്കാം. ദേവിയുടെ, ഒരു സ്ത്രീയുടെ പാതിവൃത്യ ഭക്തി, ശുദ്ധി, അത് മരണമൊന്നും അതിന് മുമ്പിൽ ഒന്നുമല്ല. എനിക്ക് മരണം വന്നാൽ എന്താ, എന്നെ ഇയാൾ വെട്ടി നോക്കി കഴിച്ചാൽ എന്താ, എൻ്റെ ചുറ്റിനും ഇരിക്കുന്ന വികൃത രൂപികളായ രാക്ഷസികൾ എന്നെ ഉപദ്രവിച്ചാൽ എന്താ, എനിക്കതൊന്നും ഒരു വിഷയമല്ല. എന്തിനാ ഇവരെല്ലാം ഇത് ചെയ്യുന്നേ? രാവണനെ എൻ്റെ മനസ്സിൽ, എൻ്റെ രാമൻ്റെ സ്ഥാനത്ത് കാണാൻ പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം എന്നെ ഉപദ്രവിക്കാൻ വരുന്നത്. പക്ഷെ എനിക്കതിന് കഴിയുമോ? ദേവി ചിന്തിക്കുന്ന ഒരിക്കലും കഴിയില്ല. കാരണം ഒരേ മനസ്സോടെ, ഒരേ സന്തോഷത്തോടെ പരസ്പരം ഹൃദയം പങ്കുവെച്ച് ജീവിക്കുന്ന രണ്ട് വ്യക്തികൾക്ക്, അതായത് ഒരാളുടെ ഹൃദയം മറ്റേ ആളുടെ ഹൃദയത്തിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ രണ്ട് ഹൃദയമെന്ന് തോന്നില്ല, ഒരേ ഹൃദയം തന്നെയാണ്. അങ്ങനെയാണ് ഭഗവാനും നാരായണനും നാരായണിയും ഒന്നിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യബന്ധങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ബന്ധവും ഇതുപോലെ ദൃഢതരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാത്തത് കൊണ്ടാണ് നമ്മൾ ആ ജീവിതം കളഞ്ഞിട്ട് അടുത്ത ജീവിതത്തിലേക്ക് നമുക്ക് സന്തോഷം തരുന്ന വേറെ വ്യക്തികളുണ്ടോ, സാഹചര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. ഇവിടെ ഒരേ മനസ്സ്, എനിക്ക് രാമനാണ് എൻ്റെ സന്തോഷം, രാമൻ പറയുന്നു ദേവിയാണ് എൻ്റെ സന്തോഷം. അതിനപ്പുറത്തൊരു ഒരു കംഫർട്ടബിൾ സോൺ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു വ്യക്തി ഉണ്ടാവും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ വിജയിക്കും, അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ട വ്യക്തികളാണ് രാമനും സീതാദേവിയും.
അപ്പോൾ ഈ സീതാദേവിക്ക് ഇനി എന്തെല്ലാം, സീതാദേവി എന്നല്ല, അതൊരു സാധാരണ മനുഷ്യരാണെങ്കിലും ഒരു സന്തോഷവും സ്നേഹവും നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമായിട്ടൊരു ബന്ധം ഒരു വ്യക്തിയെ അങ്ങനെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏത് വലിയ സൗഭാഗ്യങ്ങളും സന്തോഷവും തരുന്ന, നമുക്കെല്ലാം തരാമെന്ന് പറഞ്ഞ് വേറൊരു വ്യക്തി വന്നാലും നമുക്ക് അതൊന്നും ഒരു വിഷയമാകത്തില്ല. കാരണം നമുക്ക് വേണ്ടത് മനസ്സിന്റെ സന്തോഷവും സംതൃപ്തിയാണ്. ആ മനസ്സെടുത്ത് മറ്റൊരാളുടെ കൈ കൊടുത്ത്, അല്ലെങ്കിൽ ആ മനസ്സെടുത്ത് നമ്മുടെ കൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ എന്തെല്ലാം ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ മനസ്സിന്റെ സന്തോഷത്തിൽ നിന്ന് അതിനെ പറിച്ചെടുത്ത് വേറൊരിടത്തോട്ട് വെച്ചാൽ ആ സന്തോഷം കിട്ടില്ല. അപ്പോൾ ആ മനസ്സിന്റെ ഐക്യവും സന്തോഷവുമാണ് മറ്റു ഭൗതികമായ സുഖത്തിലും സന്തോഷത്തിലും. ഈ ഭൗതിക സുഖവും സന്തോഷവും അനുഭവിക്കണേ തന്നെ മനസ്സിന് സന്തോഷം വേണ്ടേ? ആലോചിച്ച് നോക്കൂ. മനസ്സ് പൂർണ്ണമായും ഇഷ്ടപ്പെടുന്ന സ്ഥലത്തല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് ഒപ്പമല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഭൗതിക നേട്ടങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിങ്ങനെ അനുഭവിക്കുന്നു, നമ്മൾ വെറുതെ അതിനകത്തിൽ മുഴുകുന്നു എന്നല്ലാതെ മനസ്സുകൊണ്ട് അതൊന്നും സന്തോഷത്തോടെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു മനുഷ്യർക്കും സാധിക്കുന്നില്ല. ഇത് ലോക തത്വമാണ് ഞാനീ പറയുന്നത്, ഭൂമിയിലുള്ള മനുഷ്യരുടെ. കാരണം മനസ്സിനാണ് അധികം സന്തോഷം വരേണ്ടത്. ഇവിടെ രാവണൻ ഇത്രയും കേമൻ, എന്തുമാത്രം ശക്തിയും സന്തോഷവും സൗഭാഗ്യങ്ങളും ആണ് രാവണന്റെ കൊട്ടാരത്തിലുള്ളത്. പക്ഷേ അവിടെ ദേവിയുടെ മനസ്സവിടെ സന്തോഷിക്കില്ല, അവിടെ പരിപൂർണ ദുഃഖമാണ്. കാരണം എന്താണ്? ദേവിയുടെ ഹൃദയത്തിന്റെ ഒരു കംഫർട്ടബിൾ സോണായിരുന്നു ഭഗവാൻ. ആ സോൺ പറിച്ചു മാറ്റിയിട്ട് രണ്ടുപേരും അകന്നിരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതെ പോയാലും സീതാദേവി ഭൂമിയിൽ ഇല്ലാതെ പോയാലും അതിനു പകരം മറ്റൊരാളെ രണ്ടുപേരും അവിടെ അടുത്ത് വെക്കില്ല. അതുകൊണ്ടാണ് ദേവി കണ്വാശ്രമത്തിൽ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ പോകുമ്പോഴും ശ്രീരാമചന്ദ്രൻ അശ്വമേധയാഗവും പോലെയുള്ള വലിയ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തുമ്പോൾ ദേവിയെ കാഞ്ചന സീതയെയാണ് അതിന് പകരം അവിടെ സൃഷ്ടിച്ചു വെക്കുന്നത്. സ്വർണം കൊണ്ടുള്ള സീതാദേവിയുടെ ബിംബം, രൂപം, വിഗ്രഹം. ഭഗവാന് വേണമെങ്കിൽ ഒരു രാജകുമാരനാണ്. എത്ര സ്ത്രീകളാണ് അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നത്. കൊട്ടാരത്തിലുള്ള എത്രയോ സുന്ദരികളായ സ്ത്രീകൾ അദ്ദേഹത്തെ ആ സൗന്ദര്യം കണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നെ ഒന്ന് ഭാര്യയാക്കണ്ട, എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ദിവസം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ടാവും, സ്ത്രീകൾ. പക്ഷേ ഭഗവാൻ അത് വല്ലതും ചെയ്തോ? അപ്പോൾ ഭഗവാനും ദേവിയും ഒരു നാണയം ഉണ്ടെങ്കിൽ അതിന് രണ്ട് വശം പോലെയാണ് ജീവിച്ചത്. ഒരു വശം ഇല്ലാതെ മറ്റേ ആ നാണയം ഉണ്ടാവുമോ? ഇല്ല, അത് അപൂർണമായിരിക്കും. അതിനെ നാണയമെന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. രണ്ട് പുറം ചേരുമ്പോഴാണ് ഒരു വശം ഉണ്ടാകുന്നത്. ഒരു പേപ്പർ തന്നെ എടുത്തേ, രണ്ട് വശം ചേരുമ്പോഴല്ലേ ഒരു പേപ്പർ ആകുന്നേ എന്നും പറഞ്ഞ പോലെ. അപ്പോൾ ആ സീതാദേവിയുടെ പാതിവൃത്യ ശുദ്ധിയും ഭഗവാനോടുള്ള ഹൃദയത്തിലുള്ള ആ അപാരമായ പ്രേമവും കൊണ്ടാണ് രാവണൻ തൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും വിവരിച്ച് കേൾപ്പിച്ചിട്ടും ദേവിക്ക് രാവണൻ എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കൊടുക്കാം, എനിക്ക് മണ്ടോതിരി പോലും എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നില്ല സീതയെ, നീ മാത്രമാണ് എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്, നിന്നിലേക്ക് തന്നെ എൻ്റെ മനസ്സ് വരുന്നു. എനിക്ക് കൊട്ടാരത്തിൽ എന്തുമാത്രം സ്ത്രീജനങ്ങളും സുന്ദരികളും ഉണ്ട്, പക്ഷേ എനിക്ക് അവിടെ എങ്ങും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. നീ ഇങ്ങനെ ഇവിടെ വെറും നിലത്ത് ഈ പൊടിയിലൊക്കെ കിടക്കുമ്പോൾ ഒരു ഭിക്ഷാടകയെ പോലെ നീ ഇങ്ങനെ ഇവിടെ മോശമായിട്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയും? എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ നിന്നിൽ അർപ്പിച്ചു സീതയെ എന്നൊക്കെ വന്ന് പ്രണയാർദ്രനായിട്ട് ഈ വീരശൂര പരാക്രമിയായ രാവണൻ വന്ന് സീതാദേവിയോട് അപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരിലുമുള്ള കാമമല്ല, സീതാദേവിയിലുള്ള ആ രാവണനുള്ള ഫീലിങ്, അത് പ്രേമമായിരുന്നു, വിശുദ്ധ പ്രേമം. അതുകൊണ്ടാണ് ദേവിയോട് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഓരോ പ്രാവശ്യവും രാവണൻ്റെ പുറപ്പാട് ഭാഗങ്ങളിൽ നമുക്ക് വിശദമാക്കാം. ആ ഭാഗത്തിങ്ങനെ അദ്ദേഹം വന്നിങ്ങനെ ദേവിയോട് കെഞ്ചി അപേക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കപ്പോൾ ഇന്ന് നമ്മൾ രാവണനെക്കുറിച്ച് മനസ്സിലാക്കി, ശ്രീരാമചന്ദ്രൻ്റെ ആ ശ്രേഷ്ഠത, ആരാണ് ശ്രീരാമചന്ദ്രൻ എന്നും എല്ലാം മനസ്സിലാക്കി. അതുപോലെ തന്നെ മണ്ടോദരി എന്ന സ്ത്രീരത്നത്തിനെ കുറിച്ചറിയാം. സീതാദേവിയുടെ ആ ഏകപതിയെ മാത്രം, അതായത് അതാണ് പാതിവൃത്യം എന്ന് പറയുന്നത്. അതൊരു അപാര ശക്തിയാണ്.
ആ ത്രേതായുഗത്തിലോ സത്യയുഗത്തിലോ കൃതയുഗം തന്നെയാണ് സത്യയുഗം, കൃതയുഗത്തിലോ ത്രേതയുഗത്തിലോ ദ്വാപരയുഗത്തിലോ മാത്രമല്ല പാതിവൃത്യ ശക്തി എന്ന് പറയുന്നത്. അതൊരു സ്ത്രീയുടെ ശക്തിയാണ്. അത് നഷ്ടപ്പെടുന്ന സ്ത്രീകളെയാണ് നമ്മൾ ഈ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ കാണുന്നത് തന്നെ. ഓരോ പ്രശ്നത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ഓരോ വിഷയത്തിൻ്റെയൊക്കെ പേരിൽ ഒരു പതിവ്രതയായ ഒരു ഭർത്താവിനെ മാത്രം മനസ്സിൽ കരുതി അദ്ദേഹത്തിനോടൊപ്പം മനസ്സും ശരീരവും ഒക്കെ പങ്കുവെച്ച് ഏക പത്നിയായി അല്ലെങ്കിൽ പതി ആയി ജീവിക്കുമ്പോൾ പതിയുടെ പത്നിയായി ജീവിക്കുമ്പോൾ ആ സ്ത്രീക്കുണ്ടാകുന്ന ശക്തി ഒരു അപാര ശക്തിയാണ്. അതുകൊണ്ടാണ് സീതാദേവിയൊക്കെ ശപിച്ചാൽ ആ ശാപം ഏൽക്കുന്നത്. ഈ പാതിവൃത്യ ശുദ്ധിയുള്ളവർ ശപിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ കാലഘട്ടത്തിലും അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കാണ് വിശുദ്ധി ഉണ്ടാകുന്നത്. വിശുദ്ധിയുള്ള ഏതൊരു സ്ത്രീ ഉണ്ടോ അവർ ശക്തരാകും. അവർക്ക് നേരെ ഏതൊരു പുരുഷൻ വന്നാലും അല്ലെങ്കിൽ ഏതൊരു വിഷയം വന്നാലും അവർക്ക് നേരെ വിരൽ ചൂണ്ടി അവരോട് സംസാരിക്കാനുള്ള ശക്തി വരും. ഒരു സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് അവളുടെ സമ്പത്തോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, അവളുടെ വീര്യമുള്ള ഒരു പുരുഷനോ അല്ല, അവളുടെ ഉള്ളിലുള്ള ശക്തിയാണ്. ആ ശക്തി കെടാതെ ഓരോ സ്ത്രീയും കൊണ്ടു നടക്കണമെങ്കിൽ അവൾ പതിവ്രതയായി സ്വഭാവ മൂല്യങ്ങളൊക്കെയുള്ള നല്ല കുല സ്ത്രീയായി ജീവിക്കണം. അപ്പോഴാണ് ആ വാക്കിന് ഒരു വാളിൻ്റെ മൂർച്ചയോടുകൂടി നമ്മളെ വാക്കുകൊണ്ടതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർ അകന്നു പോകും. പിന്നെ അല്ലേ പ്രവൃത്തിക്ക് ഒരു അവസരം വരേണ്ടത്. വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് ശക്തരാകാൻ പറ്റും. നമ്മുടെ ശക്തി അത്രയും ശ്രേഷ്ഠമായി നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ. അപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ ആ സ്വഭാവ മഹിമ തന്നെയാണ്. ആ മഹിമ കൈവിട്ട് കളയാതെ എല്ലാ സ്ത്രീജനങ്ങളും സൂക്ഷിക്കുക. എല്ലാവരെയും ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ. സീതാദേവിയുടെ ആ പരമമായ ആ ശക്തി പാതിവൃത്യ ശുദ്ധി എല്ലാ രാമഭക്തരിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ഭാഗം രാവണന്റെ പുറപ്പാട്. അതിന് മുമ്പായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ്. അടുത്ത ഭാഗം അതാണ്. അപ്പോൾ ശ്രദ്ധയോടെ ഇതെല്ലാം കേൾക്കുക. ഞാനിതെല്ലാം ഒരു PDF അല്ല, ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ആദ്യം മുതൽ ഞാൻ രാമായണത്തെക്കുറിച്ച് ഞാൻ വായിച്ച് രാമായണം, എഴുത്തച്ഛൻ്റെ രാമായണമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിങ്ങനെ അതിലെ വരികൾ നോക്കിയാണ് വിശകലനം ചെയ്ത് പറഞ്ഞു തരുന്നത്. അല്ലാതെ മറ്റെവിടെയും നോക്കിയിട്ടല്ല. രാമായണത്തിൻ്റെ കഥാരൂപമൊക്കെ ഓരോരുത്തർക്ക് ഓരോ പുസ്തകങ്ങളുണ്ട്. പക്ഷേ അത് ഈ വാൽമീകി രാമായണമോ അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെ രാമായണമോ ഒക്കെ പോലെയുള്ള ഭക്തി നിർഭരമായ വാക്കുകളൊന്നും അതിലുണ്ടാവില്ല. എഴുതുന്ന ആൾ മറ്റൊരു പുസ്തകത്തിൻ്റെ ഒരു വിവർത്തനത്തിന് വേണ്ടി എഴുതുന്ന ഒരു സാധാരണ എഴുത്തുകാരനാകാം, അല്ലെങ്കിൽ അദ്ദേഹം മറ്റാരെങ്കിലും കൊണ്ട് എഴുതിപ്പിച്ചതാകാം. അപ്പോൾ അതിൽ ഭക്തിയുടെ ലെവലേശം പോലും ഉണ്ടാവില്ല. അതിൽ നോക്കി നമ്മൾ വായിക്കുമ്പോൾ അതൊരു ഭക്തിയാണോ? അത് ഭക്തി ഇല്ലാതെ ഒരു പുസ്തകം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ എടുത്ത് വായിക്കുകയാണ്. സീത നായകൻ അങ്ങനെയുള്ള ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അതൊക്കെ പല ബുക്കുകളും വായിച്ചിട്ടുണ്ട്. അതിൽ ഭക്തിയില്ല. ദേവിയെ സീതാദേവി എന്ന് ആ ഭക്തിയോടെ വരണമെങ്കിൽ എങ്ങനെ വരണം? ഭക്തരായിരിക്കണം അത് വിവർത്തനം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുകയോ ചെയ്യുന്നത്. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ ഭക്തി എത്രയോ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഇതിൽ രാമായണം ഒരു ഭക്തിയുടെ ഒരു ശ്രേഷ്ഠമായ ഗ്രന്ഥമായിട്ട് ഓരോ ഗൃഹങ്ങളിലും സൂക്ഷിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ അത് ഭക്തി ഇല്ലാത്ത ഒരു ഗ്രന്ഥം, ഒരു സാധാരണ കഥ, രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ശ്രീരാമചന്ദ്രൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും സീതാദേവിയുടെയൊക്കെ ഒരു കഥ ആ കാലഘട്ടത്തിൽ നടന്ന കഥ എഴുതി വെക്കുന്ന പോലെയാണെങ്കിൽ ഇത്രയും ഭക്തി നമുക്ക് വരുമോ? വരില്ല ഒരിക്കലും. അപ്പോൾ അത് ഓരോരുത്തരും ആ ഭക്തി ഇല്ലാതെ അവനവൻ്റെ മനസ്സിൻ്റെതല്ല. ഇപ്പം അഷ്ടപതിയുടെ ശ്രീ ഗീതഗോവിന്ദ അഷ്ടപതിയുടെ വിവർത്തനങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. പലരും എഴുതിയേക്കുന്ന നോക്കണം. ഏവരും എഴുതിയതിനകത്ത് ഈ ഭക്തിയുടെ ഒരു അംശം പോലും കലർന്നിട്ടില്ല അർത്ഥം എഴുതി വെച്ചേക്കുന്നതിൽ. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അല്ലെങ്കിൽ അനേക സ്ത്രീകളും ഒരു പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ ആ എഴുതിയ ആളിൻ്റെ മനോവൈകല്യങ്ങളെല്ലാം ചേർത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിനോട് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അതാണ് ഭഗവാന്റെയും രാധാദേവിയുടെയും മേൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് വല്ലതും ആണോ?
ഗീതഗോവിന്ദത്തിലൂടെ നാം അനുഭവിച്ചറിയുന്നത് ഒരു സ്ത്രീ പുരുഷ ബന്ധമാണോ? അല്ല, ഒരിക്കലുമല്ല. അപ്പോൾ ഈ വിവർത്തനം ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ അവനവന്റെ മനോഗതി അനുസരിച്ച് എഴുതി പിടിപ്പിക്കുന്നതാണ്. അതിനേക്കാൾ എത്രയോ നല്ലതാണ് അവനവൻ അറിയാവുന്ന മനസ്സിലാക്കിയ കാര്യം, ആ രാമായണത്തിൽ വായിച്ചറിഞ്ഞ കാര്യം നമ്മൾ വിവരിച്ചു വയ്ക്കുന്നത്.